പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സന്യാസം ഒരു മായാജാലമോ എന്നതാണ്. ഇത് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ചാനൽ അയച്ചു തരാൻ പ്രയാസമുണ്ട്. ആയതിനാൽ തുടർന്ന് കാണണമെന്നുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. സന്യാസം എന്നാൽ സർവസംഘപരിത്യാഗം എന്നാണ്. ഗൃഹസ്ഥാശ്രമത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോന്നിരുന്ന കർമ്മത്തിൻ്റെ ഫലനായ പാപം പുണ്യം എല്ലാം വാനപ്രസ്ഥാശ്രമത്തിൽ ഉപാസനയിലൂടെ അഥവാ ജപം, ധ്യാനം, സ്വാധ്യായം, വിചാരം ചെയ്ത് പാപപുണ്യങ്ങളെ ത്യജിച്ച് കുടുംബ ലോക ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് ഈശ്വരൻ മാത്രമാണ് സത്യം എന്ന് ഉറപ്പിച്ച് വൈരാഗ്യത്തെ വളർത്തി പ്രാരബ്ധം അവസാനിക്കും വരെ ശരീരത്തെ വഹിച്ചുകൊണ്ട് വിജനസ്ഥലത്ത് ഏകാന്തതയിൽ ഇരുന്ന് ആത്മവിചാരം ചെയ്ത് ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിച്ച് താനും ഈശ്വരനും ഒന്നാണെന്ന തത്വമസി മഹാവാക്യത്തെ ഉറപ്പിച്ച് ബ്രഹ്മചൈതന്യമായി തീരലാണ് സന്യാസം എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം. സന്യാസം ജ്ഞാനലക്ഷണം എന്നാണല്ലോ ആപ്തവാക്യം. സന്യാസത്തിൻ്റെ വിധികളും ആർക്കൊക്കെ ആവാം എന്നുള്ള സമ്പ്രദായങ്ങളെയും പല പല ഉപനിഷത്തുക്കളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനെ ശ്രീ ശങ്കരാചാര്യ തൃപാദങ്ങൾ ദശനാമമായി വിഭാവനം ചെയ്തു 4 മഠങ്ങൾക്കായി വീതിച്ചു കൊടുത്തു. എന്നാൽ അതിനും മുന്നേ തന്നെ അനവധി ചക്രവർത്തിമാരും രാജാക്കന്മാരും വൈരാഗ്യം വന്ന് സ്വയം സന്യസിച്ചതായും കാണാം. സന്യാസം സ്വീകരിക്കുന്നവർ ജന്മദേശം, കുടുംബ ബന്ധങ്ങൾ എല്ലാം വിട്ടു പോകണം. അപ്പോഴേ ആ സ്ഥാനം പുഷ്ടി പ്രാപിക്കുകയുള്ളൂ. പൂർവാശ്രമ ബന്ധങ്ങളെ ആരുമായും പങ്കുവെക്കരുത്, ചോദിക്കുകയും അരുത്. കലി 5000 വർഷം കഴിയുമ്പോൾ സന്യാസം ക്ഷോഭിക്കില്ലെന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. അനുഭവത്തിൽ ശരിയുമാണ്. ഇപ്പോൾ സന്യാസി എന്ന് അറിയപ്പെടുന്നവരിൽ പലരും ഉദിര നിമിത്തം ബഹുകൃത വേഷം അലങ്കരിക്കുന്നവരാണ്. വൈരാഗ്യമോ ആത്മജ്ഞാനമോ തപസ്സോ ഉള്ളവരല്ല. ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിനെ പലരും ജീവിതമാർഗമായി സപ്താഹം, നവാഹം, പ്രഭാഷണം, സത്സംഗം, പഠന ക്ലാസ്, ഓൺലൈൻ ക്ലാസ്, ഹോമം, പൂജാദികൾ നടത്തി പണം സമ്പാദിക്കുന്നു. വലിയ വലിയ മന്ദിരങ്ങൾ പണിത് ആശ്രമം എന്ന് പേരും പറഞ്ഞ് മഠാധിപതിയായി ഇരിക്കുന്നു. തിളങ്ങുന്ന വസ്ത്രധാരണം, AC റൂമിൽ താമസം, വലിയ കാറിൽ യാത്ര, തീർത്ഥയാത്ര സ്ഥാപനങ്ങൾ നടത്തുന്നു. വിഭവ സമർത്ഥമായ ഭക്ഷണം, ബാങ്കിൽ കോടികൾ, ഭക്തപ്രവാഹം പിന്നിൽ സന്യാസിയെന്നും പറയുന്നു. മേലെ പറഞ്ഞതൊന്നും സന്യാസ ലക്ഷണമല്ല. സന്യാസത്തിൻ്റെ മാനദണ്ഡങ്ങളെ പറയുന്നു. പെൻഷൻ വാങ്ങുന്നവർ, അന്ധൻ, മുടന്തൻ, പതിതൻ, ബാലൻ, മൂകൻ, പാഷണ്ഡൻ, നപുംസകൻ, നിത്യരോഗി, പൊണ്ണത്തടിയൻ, പണമോഹി, ജാതി കുലം വർജിക്കാത്തവൻ, സ്ഥാനങ്ങൾ വഹിക്കുന്നവൻ,
ഇങ്ങനെയുള്ളവർ വിരക്തനാണെങ്കിലും സന്യാസത്തിന് അർഹരല്ല. മഹാത്മാക്കൾ എന്ന് അറിയപ്പെടുന്നവരിൽ ചിലർ മുൻ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് വരുന്നവർക്കൊക്കെ സന്യാസം കൊടുക്കുന്നതായും കാണാം. വ്യാപാരം പൊളിഞ്ഞവർ, കുടുംബബന്ധം ശിഥിലമായവർ, മഹാപാപത്തിന് പരിഹാരം മോഹിക്കുന്നവർ, ആരോഗ്യ പ്രശ്നങ്ങളാൽ ജീവിക്കാനാവാത്തവർ, കേസുകളിൽപ്പെട്ട് നാടുവിട്ടവർ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ വരുന്നവർക്കെല്ലാം അവസാന ആശ്രയം സന്യാസമാണ്. എന്നാൽ മേലെ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും ഇതിന് തടസ്സങ്ങളുമല്ല. നടക്കാൻ പോകുന്ന കാര്യത്തിന് ഒരു കാരണം മാത്രമാണ്. ശ്രീ ശങ്കരനു പോലും സന്യാസത്തിന് വഴി തുറന്നത് മുതലയാണ്. സന്യാസശേഷം ചിലർ ഗുരുവിൻ്റെ സമ്മതത്തോടെ പൂർവാശ്രമത്തിലേക്ക് തന്നെ മടങ്ങി പോകുന്നു. ചിലർ ദേശാടനം ചെയ്യുന്നു, ആശ്രമം വെച്ചു താമസിക്കുന്നു. ചിലർ സന്യാസധർമ്മം പാലിച്ച് ജീവിക്കുന്നവരുമുണ്ട്. പുകവലി, മദ്യപാനം, ലോട്ടറി എടുക്കൽ, പരദൂഷണമായി നടക്കുന്നവരുമുണ്ട്. സന്യാസധർമ്മം നോക്കാതെ കൊടുത്ത ദോഷമാണ് ഈ അധമപ്രവൃത്തിക്ക് കാരണം. ആൾക്കൂട്ടമേളകളിൽ ചിലർ ശരീരം മുഴുവനും ഭസ്മം പൂശിയും തലയിലും ശരീരം മുഴുവനും രുദ്രാക്ഷം കെട്ടിയും സിദ്ധഭാവം അഭിനയിച്ച് ഒരു തുറന്ന ബാഗും കയ്യിൽ ഭസ്മവുമായി ഇരിക്കും. വിദ്യാസമ്പന്നരായ മലയാളികൾ വ്യാജം അറിയാതെ അനുഗ്രഹം വാങ്ങാനായി ബാഗിൽ പണമിടും, പാദത്തിൽ വീടും. ഭസ്മം കൊടുത്ത് തലയിൽ കൈവെക്കുന്നതോടെ ഭക്തന്മാർ അനുഗ്രഹീതരായി. സന്യാസധർമ്മത്തെ ദുഷിപ്പിക്കുന്ന പാഷണ്ഡന്മാരുടെ കഥ അവസാനം പറയാം. പരിപാടികൾ നടക്കുന്ന വേദികളിൽ കസേര കിട്ടാൻ സ്വാമിമാർ മത്സരമാണ്. അതും മുൻനിരയിൽ തന്നെ കിട്ടണം. ശരീരബോധം വിട്ടില്ലെങ്കിൽ മത്സരത്തിലാവുമല്ലോ. വിരക്തി വന്നവരാണെങ്കിൽ വിജനസ്ഥലത്ത് ഏകാന്തതയിൽ ജപം, ധ്യാനം, പാരായണം, വിചാരത്തിലിരിക്കും. ശരീര സംരക്ഷണത്തിനായി ഭിക്ഷാന്തേഹികളാകയാൽ ഭക്തന്മാരെ സമീപിക്കും. ജനാധിപത്യ സംവിധാനത്തിൽ ധർമ്മബോധമില്ലാത്തതിനാൽ ഭിക്ഷകൾ കിട്ടില്ല. അപ്പോൾ ചെറിയ പരിപാടികൾ കാണിച്ച് വക തേടണം. ബാങ്ക് അക്കൗണ്ട്, മൊബൈൽ, ആധാർ ആവശ്യമാണ്. ഗവൺമെൻറ് ആനുകൂല്യങ്ങൾ കിട്ടാൻ ഇതൊക്കെ വേണം. സ്വീകരിക്കുന്നതിലെല്ലാം പാപക്കറയുള്ളതിനാൽ തപസ് മുടക്കരുത്. മുൻകാലങ്ങളിൽ ഭക്ഷണമില്ലാതെ ഒറ്റക്കാലിൽ വർഷങ്ങളോളം തപസ് ചെയ്താണ് വരം വാങ്ങിയിരിക്കുന്നത്. എന്നാൽ നമുക്ക് 2 കാലിൽ പോലും നിൽക്കാൻ പറ്റിയ സാഹചര്യമല്ല. അതിനാൽ നാമം ജപിക്കാം. സിദ്ധികൾ ഒന്നും ആവശ്യമില്ല. അത് അധപ്പതനത്തിന് കാരണമാവും. വിരജാഹോമമോ മുണ്ടനമോ പിണ്ടാദി കർമ്മങ്ങളോ കാവ്യവസ്ത്രമോ ഭസ്മധാരണമോ ജടയോ സന്യാസത്തിന് ബാധകമേ അല്ല. ശ്രീബുദ്ധനും നാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അയ്യാസ്വാമികളും രാമകൃഷ്ണ പരമഹംസരും രമണ മഹർഷിയും സത്യസായി ബാബയും മേലെ സമ്പ്രദായം സ്വീകരിച്ചവരല്ല. തപസ്സാണ് മഹസ്ഥാനങ്ങളിൽ എത്തിക്കുന്നത്. തപസ്സാലും തത്വവിചാരത്താലും ആത്മാവെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ ജന്മദിനങ്ങളും സമാധിയും ശിഷ്യന്മാർ ആഘോഷിക്കുന്നു. അതിൻ്റെ പേരിലും പണം പിരിവും. സ്വത്തുക്കൾ വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കി
വൃത്തസദനമുണ്ടാക്കി പണം സമ്പാദിക്കുന്നു. രാഷ്ട്രീയം കഴിഞ്ഞാൽ ആധ്യാത്മികമാണ് പണമുണ്ടാക്കാൻ നല്ല മാർഗം. ആശ്രമം, ക്ഷേത്രം, ജ്യോത്സ്യം, പരിഹാര സ്ഥലം ജനത്തെ പറ്റിക്കാനുള്ള കേന്ദ്രങ്ങളാണ്. സംസ്കൃതവും വിദ്യാഭ്യാസവും വശീകരിക്കാനുള്ള കഴിവുണ്ടാവണം. കലികാലത്തിൽ വിരക്തി ഉണ്ടാവാൻ പ്രയാസമാണ്. കാരണം സമൂഹത്തിനിടയിൽ കാണുന്നതും കേൾക്കുന്നതും കഴിക്കുന്നതും വികാരത്തെ വർണ്ണപ്പെടുത്തുന്നവയാണ്. വനം ഉത്തമ സ്ഥലം എന്ന് മഹാത്മാക്കൾ അന്ന് പറഞ്ഞു. ഇപ്പോൾ കാട്ടിലും നിവൃത്തിയില്ല. വൈരാഗ്യം വന്ന സ്വാമിമാർക്ക് യമനിയമാദികൾ ഒന്നും ബാധകമല്ല. പരമഹംസ മന്ത്രത്തിൽ തന്നെ തൻ്റെ സ്വരൂപം പ്രകാശിക്കുന്നു. എത്ര പേർക്ക് മന്ത്രമറിയാം? തപസ്സാൽ ജ്ഞാനാഗ്നിയെ ജ്വലിപ്പിക്കണം. അതിൻ്റെ പ്രതീകമാണ് കാവി വസ്ത്രം. അവർക്ക് ജാതി, മത, വർഗ, ഗോത്ര, കാല, ദേശ ഒന്നുമില്ല. സർവം ബ്രഹ്മം. സന്യാസം മഹത് സ്ഥാനമാണ്. അത് മറ്റുള്ളവർ ബഹുമാനിക്കാനാവരുത്. കാവി ധരിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സാണ് ശുദ്ധീകരിക്കേണ്ടത്. എവിടെ എത്തിയാലും പ്രാരബ്ധം എന്നൊന്നുണ്ട്. അതും നേരെ ആവണം. ധർമ്മ സ്ഥാപനത്തിനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ കുലത്തിൻ്റെ വളർച്ചയും വ്യാപാരവും കണ്ട് ഇവരെ നിർത്തിപ്പോയാൽ ധർമ്മത്തെ നശിപ്പിക്കും എന്ന് മനസ്സിലാക്കിയതിനാൽ അവരെ തമ്മിൽ തല്ലി മരിപ്പിക്കുകയാണ് ചെയ്തത്. ഭഗവാന്റെ തുണ ഉണ്ടായിട്ടും പ്രാരബ്ധം സമ്മതിച്ചില്ല. മുൻപ് സൂചിപ്പിച്ച കഥ പറയാം. പൃഥു ചക്രവർത്തി ലോകമംഗളത്തിനായി യാഗങ്ങളിൽ രാജാവായ അശ്വമേധയാഗം തുടർച്ചയായി നടത്തി വന്നു. 100ാമത്തെ യാഗം ആരംഭിക്കാൻ ഒരുക്കങ്ങൾ തുടങ്ങി. അതറിഞ്ഞ ദേവേന്ദ്രൻ തൻ്റെ സ്ഥാനം നഷ്ടമാവുമല്ലോ എന്ന് ഭയന്ന് യാഗത്തിന് വിഘ്നം വരുത്താൻ ആരംഭിച്ചു. വേഷം മാറി വന്ന് യാഗ അശ്വത്തെ ആരും അറിയാതെ ആകാശത്തിലൂടെ പിടിച്ചുകൊണ്ടു പോകുമ്പോൾ അത്രി മഹർഷി കാണുകയും പൃഥുപുത്രനോട് പറയുകയും ചെയ്തു. പൃഥുപുത്രൻ ഉടനെ പടയുമായി പുറപ്പെട്ടു. അശ്വത്തെ കണ്ടതും കള്ളനെ യുദ്ധത്തിന് നിൽക്കാൻ പറഞ്ഞു. അത് കേട്ടതും അശ്വത്തെ ഉപേക്ഷിച്ച് വേഷത്തെയും വിട്ട് ഇന്ദ്രൻ മറഞ്ഞു. പൃഥുപുത്രൻ ജടയും ഭസ്മധാരണവും കൂടിയ ആ വേഷത്തെ കണ്ടപ്പോൾ ധർമ്മമൂർത്തി വേഷം ധരിച്ച് വന്നതാവും എന്ന് കരുതി തിരിച്ചു പോന്നു. അങ്ങനെ 3 പ്രാവശ്യമാണ് ഇന്ദ്രൻ ഈ വ്യാജം പ്രവർത്തിക്കുന്നത്. പൃഥുപുത്രൻ തടയുകയും ചെയ്തു. ആയതിനാൽ പൃഥുപുത്രന് വിശ്വദാശ്വൻ എന്ന് പേരും കിട്ടി. ഈ സംഭവം പൃഥു ചക്രവർത്തി അറിഞ്ഞതും ദേഷ്യം കൊണ്ട് ഇന്ദ്രനെ വധിക്കാൻ തീരുമാനിച്ചു. ഋതുക്കൾ ഇത് അറിഞ്ഞതും അത് തടഞ്ഞു. അത് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവർ ഇന്ദ്രനെ ആവാഹിക്കാൻ തുടങ്ങി. ആവാഹിക്കുന്നത് അറിഞ്ഞ ബ്രഹ്മാവ് പെട്ടെന്ന് പൃഥുരാജാവിൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി. അങ്ങ് മോക്ഷം കാമിക്കുകയാണ്. 99 യാഗം കൊണ്ട് സർവദേവന്മാരും അനുഗ്രഹിച്ചു കഴിഞ്ഞു. 100ാമത്തെ യാഗം ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് തടഞ്ഞു. ഇന്ദ്രന്റെ സ്ഥാനം നിലനിർത്തി. ഇന്ദ്രൻ സ്വീകരിച്ച്
ഉപേക്ഷിച്ച നികൃഷ്ട പാപത്തിൻ്റെ അടയാളമായ ആദ്യ രൂപം പാഖണ്ഡം എന്ന് പറയപ്പെട്ടു. ഇവർ നഗ്നരായി സഞ്ചരിക്കയാൽ ജൈനന്മാർ എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തെ വേഷം കാവ്യവസ്ത്രം ധരിച്ച് നടക്കുകയാൽ ബൗദ്ധന്മാർ എന്നറിയപ്പെട്ടു. മൂന്നാമത്തെ വേഷം സ്വീകരിച്ചവർ ഭിക്ഷയെടുത്ത് നടക്കുകയാൽ കാപാലന്മാർ എന്നും അറിയപ്പെട്ടു. ഈ വേഷധാരികൾ ധർമ്മിഷ്ഠന്മാരെ പോലെ കാണുകയും പ്രപഞ്ച വിദഗ്ധന്മാരെ പോലെയും ലോകോപകാരികളെ പോലെയും തോന്നിപ്പിക്കുകയും നല്ല വാക് സാമർഥ്യം ഉള്ളവരും പ്രഥമ ദർശനത്തിൽ തന്നെ സജ്ജനങ്ങളാണ് തോന്നിപ്പിക്കയാൽ അസംഘടിതന്മാരായവർ അവരുടെ ചതിയിൽ പെട്ടുപോകുന്നു. ആ വേഷങ്ങളാണ് മേലെ വ്യാജവേഷം ധരിച്ചിരിക്കുന്നവർ എന്ന് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം. ഹരി ഓം.